ഹായ്, പുതിയൊരു റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് പലതരം എക്സ്പെരിമെന്റിംഗ് ആയിട്ടുള്ള റോൾസ് എടുത്ത് അത്രയും ചാലഞ്ചിങ് ആയിട്ടുള്ള റോൾസ് ഒക്കെ നമ്മൾക്ക് കാണിച്ചു തന്നിട്ടുള്ള ചിയാൻ വിക്രമൻ നായകനാകുന്ന, അതേപോലെ തന്നെ നമ്മുടെ വെറൈറ്റി സിനിമകൾ സംവിധാനം ചെയ്ത് അല്ലെങ്കിൽ ആദ്യ പടം തൊട്ടിട്ട് അത്ഭുതപ്പെടുത്തിയിട്ടുള്ള കാർത്തിക് സുബ്ബരാജ്. സോ രണ്ടുപേരും കൂടി ഒന്നിക്കുന്നൊരു ചിത്രമാണ് മഹാൻ, അല്ലെ? നമ്മൾ ഓൾറെഡി ടീസറൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ പടത്തിന്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിക്രമും പുള്ളിക്കാരന്റെ മകൻ ധ്രുവും കൂടെ ഒരുമിച്ച് വരെയാണ് ഈ പടത്തിനകത്ത്. അപ്പൊ അതും ഒരു ഇഷ്ടം ഉണ്ടായിരിക്കും പടം കാണാൻ വേണ്ടിട്ട്. അപ്പൊ എന്തായാലും അതിന്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ട്രെയിലർ കണ്ടതിന് ശേഷം ബാക്കി പറയാം. Profit sharing is divided a nominal partner and partner in profit. So behavior. சம்பளம் போன செக் பண்ணி பார்த்தேன், 50 ரூபாய் கம்மியா இருக்கு. மாப்பிள்ள, அப்பாவோட லட்சியத்தை நிறைவேற்ற வேண்டிய மிகப்பெரிய பொறுப்பு உங்ககிட்ட இருக்கு. மது ஒழிப்பு போராட்டத்தை கையில் எடுத்து நடத்தி அதை வெற்றிகரமா முடிச்சு பெரிய மகானாகணும். சாரி யாருன்னு சொன்ன? நீ உனக்குன்னு எந்த ஒரு கொள்கை கோட்பாடு மயிறு மட்டன் எதையும் யோசிக்காம மனசுக்கு என்ன தோணுதோ அதை பண்ணி ஒரு நாளாவது வந்திருக்கியா? ஒரு மது ஒழிப்பு போராளியோட மகன் ஊருக்கெல்லாம் சாராயம் காய்ச்சி ஊத்திட்டு இருக்க. தமிழ்நாட்டு சரக்கு சாம்ராஜ்யத்தின் மகாராஜா எங்க அப்ப. இப்போ அப்ப நீ பார்த்த அந்த காந்திவான பேருக்கு காமர்ஸ் வாதிருக்கு. நம்ம பேரை மீறத கடவுளோட சித்தம். ஒரு நாள் நான் சத்தியவானவும் நீ மகானவும் ஆகும். ടീസറിനേക്കാളും പൊളി സാധനം. അതെ, ടീസർ മാസമായിരുന്നെങ്കിൽ ഇത് വേറെ ലെവൽ. കാരണം ടീസറിന്റെ അകത്ത് നമ്മൾക്കൊന്നും വിട്ടു തുറന്ന് പറഞ്ഞിട്ടില്ല, കിട്ടിയില്ല എന്തായിരിക്കും എന്നുള്ളത്. പിന്നെ അതിനകത്താണെങ്കിലും ധ്രുവിനൊന്നും മര്യാദക്ക് കാണിച്ചില്ല. എന്ത് രസാണല്ലേ. അതെ, ട്രെയിലറിൽ എല്ലാം പുറത്തു വന്നു എല്ലാരും. പക്ഷെ ക്യാരക്ടർ ഭയങ്കരം രണ്ടുപേരുടെയും. അതായത് ഇപ്പം ധ്രുവ് ആയാലും വിക്രം ആയാലും, വിക്രത്തിന്റെ ആ ഒരു വല്ലാത്തൊരു കുറെ ചേഞ്ചസ് കാണാൻ പറ്റുന്നുണ്ട് ഓരോ ക്യാരക്ടറിൽ വരുന്ന ഓരോ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ. നമ്മൾക്ക് പണ്ടത്തെ ആ കുറെ ഒരു പടങ്ങൾ അന്യനൊക്കെ കാണുന്ന ഒരു ഫീല് കിട്ടുന്നുണ്ട് കാണുമ്പോ. പിന്നെ ക്യാരക്ടർ ഷിഫ്റ്റ് നല്ലപോലെ ഉണ്ടായിരിക്കും ഈ പടത്തിനകത്ത്. പ്രത്യേകിച്ച് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും കൂടി അതിനകത്ത് വരുമ്പോ ഒരു വിഷ്വൽ ട്രീറ്റ് എന്തായാലും അത് തന്നെയായിരിക്കും സംഭവം. എന്തായാലും ഈ മൂവി തിയേറ്ററിൽ ഇറങ്ങാത്ത വലിയ നഷ്ടമാണ് ശരിക്കും. എനിക്ക് തോന്നുന്നു വിക്രത്തിന് തന്നെ വലിയൊരു നഷ്ടമാണ്. കാരണം ഇതിനു മുമ്പുള്ള കുറച്ച് സിനിമകളൊക്കെ അത്ര വലിയ ഹിറ്റ് ആയില്ല. അപ്പം ശരിക്കും ഈ സിനിമ എന്തായാലും ഹിറ്റ് ആയി കഴിഞ്ഞാൽ അതൊരു തിരിച്ചുവരവ് തന്നെയായിരിക്കും. പക്ഷെ അത് നമ്മൾ ഇനിയിപ്പോ OTT വഴി കയറുന്നുള്ളത് മാത്രം. പക്ഷെ തിയേറ്ററിലും കൂടി വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു സംഭവം. തിയേറ്ററിൽ എന്തായാലും ഇറങ്ങിയിരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേറൊരു ലെവലായിരുന്നു പടം. പക്ഷെ എന്നാലും കുഴപ്പമില്ല, OTT-ലാണ് ഇറങ്ങണമെന്നുണ്ടെങ്കിലും അഭിപ്രായം എന്തായാലും വരുമല്ലോ. വേറെ ലെവൽ. പ്രത്യേകിച്ച് വിക്രം നമ്മൾക്ക് അറിയാം, തെളിഞ്ഞ ആക്ടറാണ്. നമ്മള് കൊറേ കണ്ടിട്ടുള്ളതാണ്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചാലഞ്ചിങ് ആയിട്ടുള്ള റോൾസ് എടുത്ത് ചെയ്യുന്ന ഒരാളാണ് വിക്രം. മകൻ ഇപ്പോ ഈ മൂവി ഇത് 3-ാമത്തെ 4-ാമത്തെ മൂവി എന്തോ ആണ്. പക്ഷെ ആള് ഗംഭീരമായിട്ട്, കാരണം ചില സീനുകളില് എനിക്കൊന്ന് ആ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ധ്രുവനെയാന്ന് തോന്നുന്നു, വിക്രമിന്റെ ഓപ്പോസിറ്റ് കുറെ സ്ഥലത്ത്. നമ്മൾ നേരത്തെ കഴിഞ്ഞ ടീസറിൽ പറഞ്ഞ പോലെ തന്നെ ഓൾമോസ്റ്റ് ഒരു ആന്റി ഹീറോ ആവാൻ സാധ്യതയുണ്ട്. പിന്നെ ആ ഒരു ലാസ്റ്റ് കണ്ട സംഭവം ഗംഭീരമായിരുന്നു. അത് മാത്രല്ല, അതായത് എന്തൊരു മെയ് വഴക്കാണ്. ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ അച്ഛനോട് കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നത് തന്നെ, അല്ലെങ്കിൽ ആ ഒരു ഗട്ട്സ് എടുക്കുക തന്നെ എന്ന് പറയുന്ന വലിയൊരു കാര്യം തന്നെയാണ്. ഇപ്പൊ ചിലപ്പോ അച്ഛനായതുകൊണ്ടിട്ടാണോ അത്രയ്ക്ക് ആ ഒരു കംഫർട്ടായിട്ട് അഭിനയിച്ചിട്ടുള്ളതെന്ന്. പിന്നെ എന്തായാലും ഒരു കിടിലൻ പെർഫോമൻസ് കാണാൻ സാധിക്കും വിക്രത്തിന്റെ, അത് ഷുവർ ആണ്. കാരണം ട്രെയിലർ ഭയങ്കര പ്രോമിസിംഗ് ആണ്. കാർത്തിക് സുബ്രാജിന്റെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു സ്റ്റൈലിൽ തന്നെയാണ് പടം വന്നിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വന്നിരിക്കുന്നത് ഓരോ സ്ഥലത്തും ആ ഒരു പോയിന്റ് ഔട്ട് ചെയ്യുന്ന BGM വരെ അത് കറക്റ്റായിട്ട്, അല്ലെ? നമ്മൾ ആ എൻഡിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് തന്നെ ഒരു ചെറിയൊരു രോമാഞ്ചം ഇങ്ങനെ വരുന്നുണ്ട്.
അപ്പൊ അത് ആ ഒരു രീതിയിൽ തന്നെയാണ് പോകുന്നത്. ആ ഒരു ഷെയ്ഡ് ഉണ്ടായിരുന്നു ട്രെയിലറിനകത്തുള്ള ഒരു ഷെയ്ഡും ഏകദേശം അതിനോട് നീതി പുലർത്തുന്ന രീതിയിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. പക്ഷെ എന്നാലും ഒന്നും വിട്ടു പറയില്ല. പിന്നെ ബോബി സിംഹ നല്ല രസമുണ്ട് കേട്ടോ. ആ ഒരു കുറച്ചൊരു ആളെ ലുക്കൊക്കെ കുറച്ച് മാറ്റിയിട്ട്, പൊതുവെ കാർത്തിക് സുബ്രാജിന്റെ പടത്തിൽ ബോബി സിംഹ ഉണ്ടാവാറുണ്ട് എപ്പോഴും, പേട്ടയിലായാലും ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ അകത്ത് കുറച്ചും കൂടി ഒരു പ്രായമുള്ള ഒരു റോള് പോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ സിമ്രൻ പിന്നെ പറയണ്ടല്ലോ, നമുക്കറിയാം. അപ്പൊ എന്തായാലും ഏകദേശം നമുക്ക് കഥയുടെയൊക്കെ ഊഹിക്കാം. ആ ഊഹിച്ച പോലെ തന്നെയാണ് പടം എന്നുള്ളതും. പിന്നെ ഈ പെർഫോമൻസ് എന്ന് പറയുന്നത് രണ്ടുപേരും കലക്കും എന്നുള്ളത് ഉറപ്പാണ്. നമ്മൾ കാണുന്നില്ല, ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവുന്നുണ്ട്. ബാക്കി പടം കണ്ടതിന് ശേഷം പറയാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഊഹിക്കുന്ന പോലെ ആയിരിക്കണം എന്നില്ല, ചിലപ്പോൾ മാറാം. കാണിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ ആദ്യം ആ ഒരു ഇതാണ് ലിക്കർ. അതായത് പണ്ട് പറഞ്ഞു കൊടുത്ത വിക്രമിന്റെ അച്ഛനായിരിക്കാം, അവര് പറഞ്ഞു കൊടുത്തിട്ട് കാര്യങ്ങളൊക്കെ വിക്രം അത് ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടാവാം. പക്ഷെ പിന്നീട് സാഹചര്യങ്ങളുടെ ഇത് കാരണം ബോബി സിംഹയുടെ ക്യാരക്ടർ എനിക്ക് തോന്നുന്നു മറ്റേ ഈ റമ്മിയൊക്കെ കളിക്കുന്ന ആ ഒരു ഇതിലോട്ട് വരുന്ന ഒരു ടൈപ്പ് ഉണ്ട്. അപ്പൊ അതിന്റെ അകത്തുനിന്ന് ആള് ക്യാരക്ടർ ഷിഫ്റ്റ് ആവുന്നതും പിന്നീട് ലിക്കർ വിൽപ്പനയും കാര്യങ്ങളൊക്കെ ആയിട്ട് സോ ഓൾമോസ്റ്റ് അങ്ങനെ ഒരു രീതിയിൽ പോയിട്ട്, പക്ഷെ എന്നാലും ആൾ ഓൾറെഡി ഒരു ടീച്ചറും കൂടിയാണ്. അത് ഏകദേശം ഫസ്റ്റ് കാണിച്ചു. അപ്പൊ അതെ. അപ്പൊ ആ ടീച്ചറിന്റെ ഒരു ഇതില് അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ഫ്യൂച്ചറിൽ അയാൾ തന്നെ മദ്യം വിൽക്കുന്ന ഒരാളായി കഴിഞ്ഞാല് അല്ലേ, മകന് ഓൾറെഡി ആ ഒരു ചീത്തപ്പേര് ഫസ്റ്റ് മുതലേ കേൾക്കാൻ തുടങ്ങും. സോ ആ ഒരു ടൈപ്പിൽ ഇങ്ങനെ പോവാൻ ഏകദേശം റൂട്ട് അങ്ങനെയാണെന്ന് തോന്നുന്നത്. ട്രെയിലർ കണ്ടപ്പോ നമുക്ക് ഏകദേശം പറയാൻ പറ്റുന്ന കാര്യം. ടീച്ചറായിട്ട് കാണിച്ചിരിക്കുന്ന കുറച്ചൊരു പ്രായമായിട്ടുള്ളൊരു ഇതുപോലെ ഉണ്ടോ കാണുമ്പോ? ഏകദേശം അതുപോലെ ഉണ്ടോ? എന്തായാലും ഇതൊക്കെ നമ്മുടെ ഗസ്സുകൾ മാത്രമാണ്, ഇതൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല. ഇങ്ങനെ തന്നെ ആയിരിക്കണം. ചിലപ്പോ എല്ലാം കഴിഞ്ഞ് നന്നായിട്ട് ടീച്ചർ ആയതുമായിരിക്കാം. സോ അപ്പൊ എന്തായാലും നമുക്ക് ഇനി മൂവി കണ്ടതിന് ശേഷം പറയാം. ബാക്കിയുള്ളതൊക്കെ പറയാം. പുതിയ ഒരു അപ്ഡേറ്റ് ആയിട്ട് വരുന്നവരേക്കും ബൈ.